ഇന്ന് നമ്മള് ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് നിൽക്കുന്നത്, അതായത് നേതൃത്വത്തെ ഒക്കെ അവഗണിച്ച് ഇന്ന് രാഹുൽ മാങ്കൂട്ട സഭയിലെത്തി എത്തുന്നതിന് മുന്നേ തന്നെ രാവിലെ തൊട്ടേ വാർത്തകൾ വരുന്നുണ്ട്. രാവിലെ അല്ല, 2 ദിവസം മുന്നേ തന്നെ തുടങ്ങിയത്. ഇന്ന് രാവിലെ കുറച്ച് കാര്യക്ഷമമായിട്ട്, അതായത് എല്ലാ നേതൃത്വത്തെ മൊത്തം അവഗണിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ മൊത്തം അവഗണിച്ച് രാഹുൽ മാങ്കൂട്ടം എത്തുന്നു എന്ന് പറഞ്ഞിട്ട് രാവിലെ തൊട്ട് മാധ്യമങ്ങളെല്ലാം എടുത്ത് ചർച്ച ചെയ്തു. അങ്ങനെ രാഹുൽ എവിടെ എത്തി? സഭയിലെത്തി. രാഹുൽ വന്ന് മാധ്യമങ്ങളോട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടൊക്കെ പോയി. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് സഭയിലെത്തിയതും പുറത്തിറങ്ങിയതും പറഞ്ഞതുമായുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിലയിരുത്തുമ്പോ ശരിക്കും എന്താണ് കോൺഗ്രസിന് ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി അവരുടെ ഭാവി എന്തായിരിക്കും? കോൺഗ്രസിന്റെ ഭാവി എന്ന് പറഞ്ഞാല് സത്യത്തില് നല്ല ഒരു അവസരം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UDF സംബന്ധിച്ചിടത്തോളം. കാരണം കോൺഗ്രസ് 100% ആത്മവിശ്വാസമില്ല. അതുകൊണ്ടാണല്ലോ VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ 100 സീറ്റ് നേടി ഞങ്ങൾ ഇവിടെ വരും, അധികാരത്തിലേറും എന്നൊക്കെ VD സതീശൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. തന്നെയല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകളുണ്ട് കുറേയധികം. അപ്പോൾ അത്തരം വീഴ്ചകളെ കൊണ്ടുവന്ന് നിയമസഭയിലിട്ട് കത്തിക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ VD സതീശൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾക്ക് അല്ലെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവോടുകൂടി അസ്ഥാനത്തായി. കാരണം ഏറ്റവും കൂടുതൽ അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് മിക്കപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം തന്നെ ആവാനാണ് സാധ്യത. എന്തുകൊണ്ടെന്നാൽ ഇപ്പം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മുകേഷ് MLA-ക്കെതിരായി കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മുകേഷ് MLA അല്ലെങ്കിൽ മുകേഷ് MLA അതിന് ശേഷം നടത്തിയിട്ടുള്ള കാര്യങ്ങളല്ല അത്. അദ്ദേഹം സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അവിടെ പിന്നീട് ആ സ്ത്രീയുടെ പിന്നീടുള്ള സ്വഭാവത്തെക്കുറിച്ച് പിന്നീട് വാർത്തകൾ വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെ പിന്നീട് മറ്റൊരു കേസിന് പോലീസ് പിടിക്കുകയൊക്കെ ചെയ്തു. ഒരു കൂട്ടുകാരിയെ കൊണ്ടുവന്ന് ഈ രീതിയിലേക്ക് ദുർനടപ്പിന് പ്രേരിപ്പിച്ചതിൻ്റെ പേരിലൊക്കെ ആ പെൺകുട്ടിക്കെതിരായി പിന്നീട് ആ നടിക്കെതിരായി പിന്നീട് പരാതി വരികയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഗോൾഡൻ ചാൻസ് ഈ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എൻട്രിയോട് കൂടി ഇല്ലാതായി എന്നുള്ളതാണ് പ്രതിപക്ഷത്തെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിക്കുന്നൊരു വിഷയം. തന്നെയല്ല, ഈ വിഷയം ഭരണകക്ഷി എടുത്തിട്ട് അലക്കുകയും ചെയ്യും. ഇത് വലിയ പ്രതിരോധത്തിലാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വരവ് ഏറ്റവും കൂടുതൽ തലവേദന ആയിരിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലാക്കിയിരിക്കുന്നത് VD സതീശൻ എന്ന് പറയുന്ന നേതാവിനെയാണ്. കാരണം VD സതീശന്റെ വാക്കിന് പുല്ലുവിലയാണ് എന്നൊരു സാധനമാണ്. പുല്ലുവില എന്നുള്ളത് ഇപ്പൊ പച്ചവെള്ളം പോലെ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതെ, പക്ഷെ അതിനെ രാഹുൽ മാങ്കൂട്ടം എന്ത് ചെയ്തു? ഒരു ന്യായീകരണം അങ്ങോട്ട് നിരത്തിയിട്ടാണ് പോയേക്കുന്നത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ കൊടുത്ത ബൈറ്റ് കണ്ടോ? അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ കൊടുത്ത ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. നിരവധി ചോദ്യങ്ങളുണ്ട്. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ എന്റെ ഉള്ളിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ പഠിച്ചു വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ തുപ്പുകയാണ് അവിടെ ചെയ്തത്. അപ്പൊ ഇത് സംഭവിച്ചാൽ നമുക്കത് ഏതൊരു കൊച്ചുകുട്ടിക്കും പെട്ടെന്ന് മനസ്സിലാവും ആരെ ഉന്നം വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കൂട്ടിയതെന്നും സഭയിൽ എത്തിയതും ആരെ ഉന്നം വെച്ചിട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. വളരെ ക്ലിയർ ആണ്. കാരണം ഇതിപ്പോൾ ഒരു വലിയ ചേരി ഉണ്ടായി. അതായത് സതീശൻ വിരുദ്ധ ചേരി എന്ന് പറയുന്ന ഒരു ചേരി ഉണ്ടായി. ആ ചേരിയിലെ പ്രധാനികളെന്ന് പറഞ്ഞാൽ ഒന്ന് ഷാഫി പറമ്പിലാണ്. നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഈ ഷാഫി പറമ്പിൽ ഒരു ദിവസം പ്ലേറ്റ് മറിക്കുമെന്ന്. രണ്ടാമത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. മൂന്നാമത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോടൊപ്പം നിൽക്കുന്ന സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരാൾ കൃത്യമായി അതിലേക്ക് മലക്കം പറഞ്ഞു. പിന്നെ ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്ന വേറൊരാൾ അടൂർ പ്രകാശ് എന്ന് പറയുന്ന ഒരു നേതാവുണ്ട്. ഇപ്പം UDF കൺവീനറായി നിൽക്കുന്ന അദ്ദേഹം ഈ കൂട്ടത്തിലേക്ക് ചേക്കേറി. അപ്പോൾ VD സതീശൻ വിരുദ്ധ പക്ഷം എന്ന് പറയുന്ന ഒരു പക്ഷം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംഭവത്തോടു കൂടി സജീവമായി. നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും സജീവമായി, സത്യമാണ് ആ ഒരു വാക്ക് കറക്റ്റാ. മുന്നേ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ കോൺഗ്രസ് പാർട്ടി നമ്മൾ മുന്നേ പല വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ സംഭവം. കാരണം ഈ കോൺഗ്രസിൻകാർക്ക് കോൺഗ്രസ്സുകാർ തന്നെയാണ് തുറന്നു പറഞ്ഞല്ലോ, പാർട്ടിക്കുള്ളിൽ തന്നെയാണ് അവർക്ക് പരസ്പരം പാരവയ്പ്പുകളും പരസ്പരം ഈ ചേരിതിരിവുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അതിനെ ഇപ്പൊ ഒന്നുകൂടെ എന്ത് ചെയ്തു? ഊട്ടി ഉറപ്പിച്ചു. AK-ആന്റണി തന്നെ പറഞ്ഞതല്ലേ, കോൺഗ്രസിന്റെ യഥാർത്ഥ ശത്രു BJP അല്ല, CPM അല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ്, അതിനുള്ളിലെ പ്രവർത്തകർ തന്നെയാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പറയുന്ന ഒരു സതീശന് വിരുദ്ധ ചേരി രൂപപ്പെട്ടു വരികയും അത് കുറച്ചുകൂടെ ശക്തമാവുകയും ചെയ്തു. ഇപ്പോൾ അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം എന്ന് വെച്ചാൽ അടൂർ പ്രകാശിന് സാമുദായിക സംഘടനകളുടെ പിൻബലമുണ്ട്. സാമുദായിക സംഘടനകൾ എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പിന്തുണയുണ്ട്. ഇപ്പോൾ VD സതീശനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VD സതീശന് വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണയില്ല,
എന്നാൽ NSSന്റെ പിന്തുണയുണ്ടോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഈ രണ്ട് അത് വെച്ചാൽ കേരളത്തിലെ പ്രബലരായ രണ്ട് സമുദായ സംഘടനകളാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പിന്തുണ ഇവർക്കില്ല, അതായത് VD സതീശനില്ല. അപ്പം ഇത് അടൂർ പ്രകാശിനുണ്ട്. പിന്നെ അതോടൊപ്പം യൂത്തന്മാരുടെ, നേരത്തെ നമുക്കറിയാം എങ്ങനെയാണ് ഈ പറയുന്ന VD സതീശൻ ഇതിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ യൂത്തന്മാരുടെ പിൻബലത്തോടു കൂടിയാണ്. ഈ പറയുന്ന ഷാഫി പറമ്പിലിന്റെ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി തന്നെയാണ് രമേശ് ചെന്നിത്തലയെ വെട്ടി പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ യൂത്തന്മാരെ കയ്യിലെടുത്താൽ തൻ്റെ കാര്യം സേഫാണ് എന്നുള്ള ചിന്താഗതി അടൂർ പ്രകാശിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അടൂർ പ്രകാശിന് എങ്ങനെയും അതിനെ ഒന്ന് ബലപ്പെടുത്തിയെടുത്താൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ 3.0 എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറുമെന്നുള്ള ഏറെക്കുറെ കോൺഗ്രസ്സുകാർക്ക് ഉറപ്പുണ്ട്. ആ സാഹചര്യത്തിൽ നേതൃസ്ഥാനത്തേക്ക്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തനിക്ക് വന്ന് കയറി കൂടാൻ കഴിയും എന്ന് അഡമന്റായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് അടൂർ പ്രകാശ്. ബുദ്ധിപരമായ ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കപ്പോഴും അത് സക്സസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും തിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതിനകത്ത് വലിയൊരു പോസിബിലിറ്റി കിടപ്പുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ജയിക്കാൻ സാധ്യത നമ്മൾ കാണുന്നില്ല. ഇപ്പം നിലവിലത്തെ ഒരു സാഹചര്യം അനുസരിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തികളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും നമ്മൾ അടിസ്ഥാനപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഈ പിണറായി വിജയൻ വീണ്ടും അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ സർക്കാർ മൂന്നാമതൊരു വട്ടം വന്നാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇന്ന് സഭയെ വന്നതോടുകൂടി തന്നെ നമുക്ക് കോൺഗ്രസിനുള്ളിൽ ഒരു ഉൾപ്പോർ എത്രത്തോളം ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പം അനുസരണക്കേടിനെ മാത്രമല്ലെന്നേ, ഈ അനുസരണക്കേട് കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുസരണക്കേട് കാട്ടിയത് VD സതീശനോട് മാത്രമാണ്. അതേസമയം സണ്ണി ജോസഫ് 2 ദിവസം മുന്നേ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സണ്ണി ജോസഫ് പറഞ്ഞെന്താണ്, വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ അദ്ദേഹം പാർട്ടിക്കാരനല്ലെങ്കിലും സഭയിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ള കാര്യം കൃത്യമായി സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. പിന്നെ ഷാഫി പറമ്പിലിനും ഇതേ വോയിസ്, ഷാഫി പറമ്പിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ് അദ്ദേഹം വരുന്നതിന് പ്രശ്നമൊന്നും ഇല്ല എന്നല്ല പറഞ്ഞത്, ഞങ്ങളുടെ നിലപാട് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ നേതാവ് പറഞ്ഞു, ഞങ്ങൾ അതനുസരിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ലാതെ പ്രതിപക്ഷ നേതാവിനെ ആയിരുന്നല്ലോ അത്രയും കാലം കൂടെ കൊണ്ട് നടന്നത്, അല്ല എന്നിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ മതി എന്നാണോ പറഞ്ഞത്? അല്ല, ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പ്രസിഡന്റ് ആരാ? സണ്ണി ജോസഫ്. എന്ന് വെച്ചാൽ സണ്ണി ജോസഫും തരം മാറി. കാരണം വേറൊന്നുമില്ല, സണ്ണി ജോസഫ് തരം മാറും. കാരണം ഇത്ര കാലം സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ K സുധാകരൻ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവിൻ്റെ ഒരു പിൻഗാമി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന, അനുയായി എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഒരാളാണ്. ആ സണ്ണി ജോസഫ് K സുധാകരൻ അധികാര സ്ഥാനത്ത് നിന്നും ഭ്രഷ്ടനാക്കപ്പെട്ടപ്പോൾ, തള്ളി മാറ്റപ്പെട്ടപ്പോൾ ആ സ്ഥാനത്തേക്ക് കയറി വന്നതിന് ശേഷം ഈ വളരെ വിനീത വിധേയനായ ഒരു നേതാവായിട്ട് തന്നെയാണ്, വേണമെങ്കിൽ നമുക്ക് റബ്ബർ സ്റ്റാമ്പ് എന്ന് തന്നെ വിളിക്കാം. ആ നിലയ്ക്ക് VD സതീശൻ പറയുന്നിടത്ത് ഒപ്പിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നേതാവായിട്ടാണ് പിന്നീട് ഈ സണ്ണി ജോസഫ് നിൽക്കുന്നത്. ആ സണ്ണി ജോസഫ് ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിയുമെന്ന് ചിന്തിക്കണമായിരുന്നു. സണ്ണി ജോസഫ് മലക്കം മറിഞ്ഞു. സണ്ണി ജോസഫ് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നിലപാട് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന അധ്യക്ഷൻ പറയുന്നതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞു. അപ്പോൾ സണ്ണി ജോസഫ് ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോൾ അടൂർ പ്രകാശിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അടൂർ പ്രകാശൻ പറഞ്ഞ എന്താ, പുള്ളിക്ക് വരാം, അവിടെ ഇരിക്കുന്ന എത്രയോ ആൾക്കാർ ഇത്തരത്തിൽ ആരോപണ വിധേയരാണ്. ശരിയാണ്, A വിൻസെന്റ് 1 മാസം 31 ദിവസം ജയിലിൽ കിടന്ന ഒരാളാണ് A വിൻസെന്റ്. അത് ഒരു സ്ത്രീ പീഡന കേസിൽ തന്നെ. എൽദോസ് കുന്നപ്പള്ളി ഒരു ടീച്ചറായിട്ട് ഉള്ള ഒരു പെണ്ണുമായിട്ട് അവിഹിത ബന്ധം ഉണ്ടാവുകയും എന്നിട്ട് അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു കോവളത്ത് വെച്ച്. ആ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ് എൽദോസ് കുന്നപ്പള്ളി. ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാണ് ഇപ്പോൾ സഭയിലിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്നോ അല്ലെ ഗർഭഛിദ്രം നിർബന്ധിച്ച് നടത്തിയെന്നോ പറയാം. പിന്നെ ഒരു പെണ്ണിനെ കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി, നിന്നെ കൊല്ലാൻ എനിക്ക് നിമിഷങ്ങൾ മാത്രം മതി എന്ന് പറയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരെ പോലെ തെറ്റുകാരനല്ല സത്യത്തിൽ. അതെ, പക്ഷേ അപ്പോഴും ഈ പറയുന്നത് ഇതിനകത്ത് നടക്കുന്ന ഒരു കളിയുണ്ടല്ലോ, മുമ്പേ പറഞ്ഞത്, അതായത് ബുദ്ധിപരമായ കളി. അതായത് ഇപ്പം അടൂർ പ്രകാശ് എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അടൂർ പ്രകാശ് ഇങ്ങനെ പിന്നെ VD സതീശനെ മാറ്റണം, പകരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തനിക്ക് വരണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. അതായത് മുഖ്യമന്ത്രിയാകാൻ ശ്രമിക്കാനേ പറ്റൂ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കീറാമുട്ടിയാവുന്ന ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു സംശയം, സ്വാഭാവികമായിട്ടൊരു ചോദ്യം വരുമല്ലോ, അതിനെന്തിന് രാഹുലിനെയും ഷാഫിയൊക്കെ അനുകൂലിച്ച് നിൽക്കണം എന്നൊരു ചോദ്യം വന്നാലോ? അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എതിർത്തത്, ഏറ്റവും പ്രധാനമായിട്ട് എതിർത്തതും പുള്ളിയെ സസ്പെൻഡ് ചെയ്തതായിട്ട് വിവരമെന്ന് പുറത്തു പറയുന്നത് ആരാണെന്നറിയാമോ? VD സതീശനാണ് പറയുന്നത്. ആ VD സതീശൻ അതിനുശേഷം നേരിട്ട ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. എന്ന് വെച്ചാൽ സൈബർ വെട്ടുക്കിളി കൂട്ടങ്ങൾ എന്ന് പറയുന്ന സൈബർ കൊങ്ങികൾ നല്ല ഗംഭീരമായിട്ട് രംഗത്തിറങ്ങി.
ഗംഭീരമായിട്ട് രംഗത്തിറങ്ങി പിന്നെ ഒരു തരത്തെ പറഞ്ഞ ചില മാധ്യമങ്ങളെ സോഷ്യൽ മീഡിയയിലുള്ള യൂട്യൂബിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളെ പോലും വിലക്കെടുത്തുകൊണ്ട് ഈ രീതിയിൽ നമുക്കറിയാം സതീശനെ ചതീശൻ എന്ന് വിളിക്കുന്നു, കേക്കച്ച് എന്ന് വിളിക്കുന്നു, പിന്നെ താരകൻ എന്ന് വിളിക്കുന്നു. ഈ പിന്നെ ഇരട്ടപ്പേരുകളിലാണ് വി.ഡി. സതീശൻ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. എന്ന് വെച്ചാൽ സതീശൻ കൂടെ നിന്ന് ഒറ്റ ഒരാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്ര മാധ്യമം നമുക്കറിയാം. രാഹുൽ ഈശ്വർ വന്ന് പറഞ്ഞു. രാഹുൽ ഈശ്വർ വന്നിട്ട് എന്താ പറഞ്ഞെന്ന്, പിന്നെ ഈ പറയുന്ന നീ പോയി രക്ഷപ്പെടറ, എന്നിട്ട് ഏറ്റവും അവസാനം പറഞ്ഞു പലരും അതിനകത്ത് സ്ത്രീകളെ കാണും മോശം, അല്ലെ സ്ത്രീകൾ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ടാണ്, രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു, അവനെ തുലയ്ക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നു. അതിന് ശേഷം ഒരു പെൺകുട്ടി രംഗത്തേക്ക് വരുന്നു, ജീന എന്ന് പറയുന്ന ഒരു പെണ്ണ് വരുന്നു. ജീന റെജി തോമസ്, അങ്ങനെ എന്താണ് ആ പെണ്ണിന്റെ പേര്? സതീശും രമേശ് ചെന്നിത്തലയും കൂടെ ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഈ രീതിയിലെല്ലാം സൈബർ കൂട്ടങ്ങൾ ഇറങ്ങി, സൈബർ കൂട്ടങ്ങളും അതോടൊപ്പം തന്നെ ഈ രീതിയിലുള്ള ചില പ്രത്യാരോപണങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് സത്യത്തിൽ പ്രതിരോധത്തിലായതാരാ? വി.ഡി. സതീശനാണ് പ്രതിരോധത്തിലായത്. അപ്പം വി.ഡി. സതീശൻ ഇപ്പൊ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ എം.എം. ഹസൻ മാത്രമേ ഉള്ളൂ ഒപ്പം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് എം.എം. ഹസനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് വെച്ചാൽ ഒരു ഗുണവും ഇല്ല, പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു നേതാവാണ് എം.എം. ഹസൻ. ഇപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു MLA ആയിട്ട് കൊണ്ട് നിർത്തി ഒരു സീറ്റിൽ മത്സരിപ്പിച്ചാൽ പോലും ജയിക്കാൻ സാധ്യതയില്ലാത്ത നേതാക്കളിൽ ഒരാളാണ് എം.എം. ഹസൻ. അപ്പൊ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉണ്ടായപ്പോൾ തെറിക്കാൻ പോകുന്നത് സതീശനാണ്. ശരിക്കും ഈ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറയുന്ന പോലെ വെച്ചത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനിട്ടാണെങ്കിലും കൊണ്ടത് സത്യത്തിൽ സതീശനാണ്. സതീശൻ അവനവൻ കുഴിക്കുന്ന കുഴിയാണോ എന്നുള്ള വ്യക്തമല്ല. പിന്നെ ഇനി റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്നത് പറവൂരുകാരി ആയതുകൊണ്ടും വി.ഡി. സതീശന് റിനി ആൻഡ് ജോർജും തമ്മിൽ അച്ഛൻ മകൾ ബന്ധമായതുകൊണ്ടും അത് റിനി തന്നെ പറഞ്ഞു. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനും പറഞ്ഞാണ് അവർ തമ്മിൽ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം ആയതുകൊണ്ടും ഇനി ഒരു പക്ഷേ പിന്നെ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് തന്നെ ഒക്കെ പറയേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ യുവ നേതാക്കന്മാരെ എല്ലാവരും ഇങ്ങനെ തഴുകി സൂചിപ്പിച്ച് പോകത്തേ ഉള്ളൂ. ഇനി ആരും അവരെ വേദനിപ്പിക്കാൻ ചെല്ലത്തില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും CPM-ന്റെ കാര്യമല്ല, കോൺഗ്രസിൻ്റെ കാര്യം. പിന്നെ ഇടയ സമയത്ത് പറയുന്നേക്കാം ഏകദേശം ഒരു 10 കോൺഗ്രസ്സുകാരെയെങ്കിലും വീഴ്ത്താനുള്ള എല്ലാ അടവും എല്ലാ കാര്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത്. ഉണ്ട്, എല്ലാവർക്കും അങ്ങനെ ഒരു പേടിയുണ്ട്. അതെ സൈബർ പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ സോളാർ വിഷു ഉയർന്നു വന്ന സമയത്ത് ഈ അടൂർ പ്രകാശിന്റെ പേരൊക്കെ വന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പലതും ഇവരെയൊക്കെ വീഴ്ത്താനുള്ള എന്തൊക്കെയോ ചില ഒടിവിദ്യകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടം അതെ ആ ധൈര്യം തന്നെ, ആരെയും ഭയക്കണ്ടല്ലോ. ഇന്ന് തന്നെ വന്നിട്ട് ചോദിച്ച ചോദ്യം പല മാധ്യമ പ്രവർത്തകർ ചോദിച്ച ഏതെങ്കിലും ഒരു ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം പറയുന്നുണ്ടോ? ഇന്ന് വന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പൊ 3 ആഴ്ചക്ക് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറം ലോകത്തോട്ട് എത്തുന്നത്. അപ്പം എന്തായാലും ഒരു മാധ്യമത്തിന്റെ മുന്നിൽ എത്തുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ആ ഓഡിയോയെ പറ്റി, അല്ലെങ്കിൽ തിരിച്ചു വരുന്ന മെസ്സേജുകളെ പറ്റി, ഓഡിയോയെ പറ്റി ചോദിക്കും. അതിനു പോലും ഭയങ്കര എസ്കേപ്പിസമാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ പുള്ളി കാണിച്ചത്. അതായത് ഒന്നും പറഞ്ഞ അന്വേഷണം നടക്കട്ടെ എന്നാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. അപ്പം ഇതിനിടയിൽ ഞാൻ വേറൊരു സംഭവം കണ്ടു. അതായത് ഈ ആരോപണം ഉന്നയിച്ചെന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, അതായത് ഗർഭചിത്രം നടത്തി എന്ന് പറഞ്ഞ ആ പെൺകുട്ടി ഒരിക്കലും ക്രൈംബ്രാഞ്ചിന് അല്ലെങ്കിൽ മൊഴി കൊടുക്കില്ല എന്ന വിശ്വാസത്തിലാണ് രാഹുൽ മാങ്കൂട്ടം സഭയിൽ എത്തിയത് എന്നുള്ള ഒരു ചെറിയൊരു സംഭവം ഞാൻ കണ്ടു. അതെ അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട്. കാരണം ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, കാര്യം ആ പെണ്ണ് ഒരിക്കലും മൊഴി കൊടുക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയുള്ള കാര്യം അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്വുമൺ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച സമയത്ത് തൊട്ടടുത്ത ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ അവന്തികയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. ഏതോ ഒരു ചാനലുകാരൻ, ഈ News 18 എന്നുള്ള ഏതോ ഒരു ചാനലുകാരൻ വിളിച്ചിട്ട് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിപ്പെടണം എന്ന് തന്നോട് പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ട് അവന്തികയുടെ ഒരു വോയിസ് റെക്കോർഡിംഗ് ഉൾപ്പെടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നത്. അപ്പോൾ അത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അങ്ങനെ ഒരു നീക്കം നടത്താൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിലിരുന്നു കൊണ്ട് നമ്മൾ കണ്ടല്ലോ, വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഹുൽ ഈശ്വർ വിളിച്ചിട്ട് സംസാരിച്ചതിൻ്റെ ഒരു സാധനം കേട്ടല്ലോ. എക്സ്ട്രീം ട്രോമയിൽ കഴിയുന്ന ഒരാള് അവിടെ ഇരുന്നു കൊണ്ട് ഉറക്കം പോലും ഇല്ല, സെട്രിസിനും പാരസിറ്റാമോളും ഒക്കെ കഴിച്ചിട്ട് ഉറങ്ങുന്ന ഒരു മനുഷ്യൻ എത്ര പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം വെടിപ്പാക്കി തുടങ്ങുന്നത്. എല്ലാം ഒന്ന് ചീകി ഒതുക്കി എന്ന് വെച്ചാൽ സതീശനെതിരെ ഒരു ഗ്രൂപ്പിനെ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ആ ഒരു ഒളിവിൽ ഇരുന്നു കൊണ്ട്, ഒളിവിലെന്ന് നമ്മൾ അല്ലെങ്കിൽ പൊതു ലോകം അറിയുന്ന ആ ഒളിവിൽ ഇരുന്നു കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടം മാത്രമേ അതെ അകത്തുള്ളൂ.
ഇരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തുണ്ട്. ബാക്കി ഇപ്പൊ ഷാഫി പറമ്പിലുണ്ട്, അവിടെ പിന്നെ ഫെനിയുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒപ്പം നടന്നിട്ടുള്ള എല്ലാ റെനോ ഉണ്ട്. ഈ പറയുന്ന ടീമുകളെല്ലാം പുറത്തുണ്ടെന്നേ. ഇയാൾക്ക് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്താ ചെയ്തുകൂടാത്തത്? ഈ പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ട്. കാരണം ആ പെൺകുട്ടിയെ നിശബ്ദയാക്കി ആ ഒരു ധൈര്യം, തനിക്കെതിരെ ഇനി ഇങ്ങനെ ആരോപണം ഉയരില്ല എന്നുള്ള ധൈര്യം ഉണ്ടാക്കിയെടുത്തു. VD സതീശൻ ഇനിയും തനിക്കെതിരെ മിണ്ടില്ല എന്ന് 100% ഉറപ്പാക്കിയെടുത്തു. പിന്നെ വാപത്താൻ പറ്റാത്തത് CPM-ന്റെയും കുറച്ച് മാധ്യമങ്ങളുടെയും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ആരോപണം. പിന്നെ അത് വ്യാജമാണോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ആണെങ്കിൽ തൻ്റെ ഇടത്തോട് എന്താണ് പറയാതിരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ? എപ്പോഴെങ്കിലും പറഞ്ഞു? ഇല്ല. അതിനും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമായി മാധ്യമപ്രവർത്തകർക്ക് അറിയേണ്ട കാര്യങ്ങളിൽ ചോദിക്കുമ്പോൾ അതിനുള്ള ഒഴിഞ്ഞൊഴിഞ്ഞ് മാറുന്ന കൃത്യമായ ഉത്തരങ്ങൾ വരാത്തത് കൊണ്ടാണ് ഇപ്പൊ പുള്ളി ഇന്ന് രാവിലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. അതായത് ഞാൻ എന്താ പറയുന്നത്, അനുസരണക്കേട് കാണിച്ചിട്ടാണ് ഞാൻ വരുന്നത്, നേതൃത്വത്തെ മൊത്തം എതിർത്തിട്ടാണ്, അങ്ങനെയല്ല, ഞാൻ ഇപ്പോഴും പാർട്ടിക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് പോകുന്ന, ഞാൻ മരണം വരെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്ന് പറയുന്ന ആള് ശരി മാധ്യമങ്ങളോട് ഉള്ളത് പറയും. അപ്പൊ മാധ്യമങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അതെ, മാധ്യമങ്ങളോടൊന്നും പറയില്ല. മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടത്തിൽ എക്കാലവും സ്വീകരിച്ചിരിക്കുന്ന ഒരു നയം അതാണ്. കുറെ തനിക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിയുമ്പോൾ തിരിച്ച് മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിക്കുക. അങ്ങനെ കഴിഞ്ഞു പോയതാണല്ലോ ആ മാതൃകാ വീടുമായി ബന്ധപ്പെട്ടിട്ടൊരു ചോദ്യം. ഈ 38 ലക്ഷം രൂപ വേണോ ഒരു വീട് വെക്കാൻ എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി എന്നിട്ട് പറയണേ ഞാനും വീട് പണിയൊക്കെ എടുപ്പിച്ചിട്ടില്ല എന്ന്. വേറൊരു ചോദ്യമുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊണ്ടുപോയി അല്ലെ യൂത്ത് കോൺഗ്രസ് പിരിച്ചു എന്ന് പറയുന്ന തുക എവിടെ? ആ തുക ഇതില് മുങ്ങിപ്പോയി. ആ തുക ഈ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുന്നേ ആയിരുന്നല്ലോ ആ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട ഇതുണ്ടായിരുന്നു. അത് പക്ഷെ മുങ്ങി. അതെ, ആരോടും ചോദിക്കാനില്ല. ആ തുക ഇനിയിപ്പോ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനോട് ചോദിക്കാൻ പറ്റും? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഇല്ലായിരിക്കുകയല്ലേ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത്രയും കാലഘട്ടമായിട്ട് ഏകദേശം 1 മാസത്തോളമായി യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് ഒരു അധ്യക്ഷനില്ല, ഒരു നേതാവില്ല പോയിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, ഏറ്റവും വളരെ സുപ്രധാനമായ പല സമരങ്ങളും നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് അതായത് പിന്നെ പോലീസ് അട്രോസിറ്റീസ് ഇതിനെതിരായി കൃത്യമായി സമരം നടത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് നേതാവില്ലാതെ പോകുന്നത്. ആരാണ് അതിൻ്റെ നേതാവ്? ഈ പറയുന്ന ആക്രോശിച്ചല്ലോ അവിടെ പിന്നെ VD സതീശന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ക്ലിഫ് ഹൗസിന് നേരെ പന്തം കത്തിച്ചെറിഞ്ഞല്ലോ. അതിൽ പോലീസുകാർക്ക് പരിക്കേറ്റില്ലേ? അപ്പോൾ ഇത്രയും അക്രമോത്സുകമായ നടപടിക്രമങ്ങളും സമരങ്ങളും ഒരു നേതാവില്ലായിരുന്നിട്ട് പോലും ഇവർ നടത്തിക്കൊണ്ടിരിക്കുക യൂത്ത് കോൺഗ്രസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇത്രയും ശക്തരായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിന് VD സതീശനെ പോലെ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ വിലയൊന്നും ഇല്ലാത്ത ഒരാൾ തന്നെയാണ്. ഇനിയിപ്പോൾ എന്ത് പറയുന്നത് കേൾക്കാനാ? അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തിയത്. അപ്പോൾ ഈ വരവോടുകൂടി ശരിക്കും പ്രതിസന്ധിയിലായിരിക്കുന്നത്, പ്രതിരോധത്തിലായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കേരള നിയമസഭയൊന്നുമല്ല, ശരിക്കും കോൺഗ്രസ് VD സതീശൻ തന്നെയാണ്. അല്ലാതെ വേറെ ഒരാൾക്കും അതിനകത്ത് യാതൊരു പങ്കുമില്ല. പിന്നെ ഇനിയും വരാൻ പോകുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപ ഭാവിയിൽ ഇനിയിപ്പോൾ അടുത്തൊരു തെരഞ്ഞെടുപ്പ് കിട്ടിയില്ല. ഇപ്പം നമുക്ക് നോക്കി യൂത്ത് ലീഗിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. യൂത്ത് ലീഗിൻ്റെ അവസ്ഥ എന്താ? PK ഫിറോസ് ആകപ്പാടെ വട്ടം ചുറ്റി നടക്കുകയാണ്. കൊണ്ടുവന്ന മലയാള സർവകലാശാലയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ജലീലിനെ തളയ്ക്കാൻ നോക്കി. പക്ഷെ അത് 2016 ഫെബ്രുവരി മാസത്തിൽ നടന്ന ഒരു ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൻ്റെ മറുപടി ജലീൽ വന്ന് പറയുകയും ചെയ്തു. അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രതിപക്ഷം എന്ന് പറയുന്നത് വലിയ പ്രതിരോധത്തിൽ ആണ്ടു നിൽക്കുന്ന ഒരു സമയമാണ്. ആൾക്കാർക്ക് ചിരിക്കാനുള്ള വക അവര് തന്നെ ഇട്ടുകൊടുക്കുകയാണ്. അവര് തന്നെ ഇട്ടുകൊടുക്കുന്ന, ആൾക്കാർ കളിയാക്കി ചിരിക്കുന്ന വിശ്വാസം പോയി. അതായത് ആ ഒരു നേതൃത്വത്തോടുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്ന് പറയുന്നത് പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം പോയി. മറ്റുള്ള ചിലപ്പോൾ ആധികാരികമായിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് പഠിക്കുന്ന അത് പോട്ടെ, സാധാരണക്കാരായ ജനങ്ങൾ എന്താ മനസ്സിലാക്കുക? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള വിശ്വാസം പോയി. അവർ എന്തിനെന്നുള്ള ചിന്തിച്ചു തുടങ്ങാനുള്ള അവർക്കുള്ള വിശ്വാസം പോയതിന്റെ അവര് ചിന്തിച്ചു. പ്രധാനമായിട്ടും പറഞ്ഞ അവർക്കുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ ഫണ്ട് വെട്ടിപ്പോയി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പം യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം കത്തോ ഇന്നോവ ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പം ജലീൽ തന്നെ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എൻ്റെ ധോത്തി ചലഞ്ച് നടത്തി ഒരു തോർത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു മുണ്ടിൻ്റെ പുറത്ത് 100 രൂപ അധികപ്പറ്റി മേടിച്ചാൽ 2,72,000 ചില്ലുവാനം മുണ്ട് വിൽക്കുമ്പോൾ ഒരു 100 രൂപ ഒരു പിന്നെ മുണ്ടിൻ്റെ പുറത്ത് അഴിമതി നടന്നാൽ എത്ര കോടി രൂപയാണെന്ന് ആലോചിച്ച് നോക്ക്. 2 ലക്ഷത്തിൽ ആയി കഴിയുമ്പോൾ ഈ രീതിയിലാണ് ഫണ്ട് തട്ടിപ്പുകൾ നടക്കുന്നത്. ഇപ്പം പലരും പറ 5 കോടിയോളം പല മണ്ഡലം കമ്മിറ്റികളും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റികളും വ്യക്തമായിട്ടുണ്ട് ഞങ്ങൾ ഇത്ര രൂപ കൊടുത്തു. ആ ടോട്ടൽ കണക്കുകൾ നോക്കുമ്പോൾ ഏകദേശം 4.5 കോടി രൂപയോളം വരും അവർ കൊടുത്തു എന്ന് പറയുന്നത്. ബിരിയാണി ചലഞ്ച് നടത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ലക്കിടിപ്പുകൾ വിതരണം ചെയ്തിട്ട് അങ്ങനെയും പണം കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഫണ്ട് പിരിച്ചിട്ടുണ്ട്. ആ ഏകദേശം 4.5 കോടി രൂപയിൽ
80 ലക്ഷം രൂപ മാത്രമേ തൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളെന്ന് പറഞ്ഞിട്ട് പോയ ഒരു യൂത്ത് നേതാവ്. ബാക്കി പണം എവിടെ പോയി? അല്ല പറഞ്ഞിട്ട് പോയി, ആരോട് പോയി ചോദിക്കും? 4,20,00,000 രൂപ എവിടെ പോയെന്ന് ആരോട് പോയി ചോദിക്കാനാ? ആരോടും ചോദിക്കാനൊന്നുമില്ല. അത് ഉത്തരവാദിത്തമായിട്ട് അത് വെച്ചൊഴിഞ്ഞ് മാറി നിൽക്കുന്നു. ഇനിയിപ്പോൾ സതീശിനെ വീഴ്ത്തുക. കാര്യം സതീശനാണ് പ്രധാനപ്പെട്ട എതിരാളി. സതീശനെ വീഴ്ത്തുക. ഇതിലൊക്കെ രസം KC ഇവിടേക്ക് വലിയൊരു ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒരു ക്രാഷ് ലാൻഡിങ് ആയിരിക്കും മിക്കവാറും KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതുകൂടെയൊക്കെ ആയി കഴിയുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ കലങ്ങി ഇങ്ങനെ. കാരണം ഇവര് ഫേസ് ചെയ്യുന്ന ആലോചിച്ച് നോക്കി, നിസ്സാര പ്രശ്നങ്ങളല്ല. ഇവർ എന്തൊക്കെ മറികടക്കണം, എവിടൊക്കെ മറികടക്കണം. അതെ, ഇനി ജനങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് ഇപ്പം ഗൃഹസമ്പർക്ക പരിപാടി കൊട്ടിഘോഷിച്ചുകൊണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ അവർ അനൗൺസ് ചെയ്തതാണ്. എന്തായി ഗൃഹസമ്പർക്ക പരിപാടി? എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇല്ല. 10-ാം തീയതി വരെ ഡേറ്റ് നീട്ടി, ഇപ്പോൾ 20-ാം തീയതി വരെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഡേറ്റ് നീട്ടി വെക്കുന്നതല്ലാതെ ഈ ഗൃഹസമ്പർക്ക പരിപാടി നടക്കാൻ പോകുന്ന ഒരു കാര്യമേ അല്ല. ഗൃഹസമ്പർക്കവുമായിട്ട് അവിടെ അതായത് ഒരു ബൂത്ത് കമ്മിറ്റിക്ക് 60,000 രൂപ പിരിക്കണമെന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ടാർഗറ്റാണ്. അപ്പോൾ അങ്ങനെ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ഓരോരുത്തരും ഗൃഹസമ്പർക്കമായിട്ട് ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ നേതാവിനെ വിട്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ചോദ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ വെട്ടിച്ച പണം എവിടെ പോയി, ഞങ്ങളും പൈസ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും. അതാണ് സൗഹൃദത്തിന്റെ പുറത്ത് ഞാൻ പാർട്ടി നോക്കിയിട്ടൊന്നും അല്ല, എന്റെ ഒരു സൗഹൃദത്തിന്റെ പുറത്തും ഞാനും കൊടുത്തിട്ടുണ്ട്. അതെ, ആ പൈസ ഇപ്പൊ എവിടെ അറിയണ്ടേ? നമ്മള് ഒരാള് 1 രൂപ ഉണ്ടാക്കുന്നത് അത്രത്തോളം അധ്വാനിച്ചിട്ടാണ് ഒരാൾ 1 രൂപയെങ്കിലും 1 രൂപ കളക്ട് ചെയ്യുന്നത്. അത് പാവപ്പെട്ടവരുടെ ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സമയത്ത് അത്രത്തോളം അയാൾ അറിയണം ആ പൈസ അവിടെ എത്തിയിട്ടുണ്ടോ, അർഹരായിട്ടുള്ളവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടോ. ഒരു ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ പറഞ്ഞല്ലേ, രാഹുൽ ഗാന്ധി വരും, രാഹുൽ ഗാന്ധി വന്നിട്ട് തറക്കല്ലിടും, വീടിന് തറക്കല്ലിടും. എന്നിട്ട് രാഹുൽ ഗാന്ധി വന്നില്ലല്ലോ, ഇവിടെ തറക്കല്ലിട്ടില്ലല്ലോ അല്ലേ? ഇപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതെ അവരുടെ പ്രശ്നങ്ങൾ തീർത്ത് കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ അല്ല, സ്വന്തം പ്രശ്നങ്ങൾ തീർത്തിട്ട് വേണം കോൺഗ്രസിന്റെ പ്രശ്നങ്ങളിലേക്ക് എത്താൻ. എന്നിട്ട് വേണം കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ അതാ പറഞ്ഞേ. അത് അങ്ങനെ ഓരോ തീർത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത 5 കൊല്ലം പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലുള്ള ആരാന്ന് വെച്ചാൽ അവർ ഭരിച്ചിട്ട് ഇറങ്ങി പൊക്കോളും, അവരങ്ങ് നിലനിന്നോളും, സമയം കിട്ടും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ എന്തായിരുന്നാലും നന്നായി വരട്ടെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റൂ. എന്തായാലും VD സതീശന്റെ സമയം നല്ല ബെസ്റ്റ് ടൈം.